ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് നവപുരം മതാതീത ദേവാലയത്തിലാണ്. ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപ്പോയിലിൽ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കക്കോട് എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മതാതീത ഗ്രന്ഥാലയം, അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. അതായത് ലോകത്തിൽ തന്നെ ആദ്യത്തെ ഒരു മതാതീത ദേവാലയമാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 33 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പ്രാപ്പോയിൽ നാരായണൻ മാഷാണ് ഇത്തരത്തിലൊരു സ്ഥാപനത്തിന് രൂപം കൊടുത്തത്. പിന്നീട് 2021 മാർച്ച് മാസമാണ് ഇവിടെ ഈ ഗ്രന്ഥപ്രതിഷ്ഠ. അതായത് ലോകത്തിൽ തന്നെ ആദ്യമായി അറിവിനെ പൂജിക്കുന്ന, ഈ ഗ്രന്ഥത്തെ പൂജിക്കുന്ന ഒരു ദേവാലയം ലോകത്തിൽ തന്നെ ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് ഇവിടെയാണ്. ഇന്നിവിടെ ഒരു പ്രശസ്തമായ ഒരു ചടങ്ങ് നടക്കുകയാണ്. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ് ഇവിടെ. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ശില്പം അനാച്ഛാദനം അതുകൂടി ഇന്നിവിടെ നടന്നുകയാണ്. അതിന് ശ്രീനാരായണ ഗുരു മന്ദിരത്തിൽ നിന്നടക്കമുള്ള അവിടുത്തെ മേധാവികളടക്കം ഈ ഒരു സ്ഥലത്തെത്തിയിട്ട് അതിൻ്റെ ഒരു പ്രോഗ്രാം കൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുഗാന്ധി സമാഗമത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രാപ്പോയിൽ കക്കോട് നവപുരം മതാതീത ദേവാലയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗുരുഗാന്ധി സമാഗമത്തിന്റെ ചുവർ ശില്പം അനാച്ഛാദനം ചെയ്തു. എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും ചേർന്നാണ് ശില്പം അനാച്ഛാദനം ചെയ്തത്. നമ്മള് ഗുരുവും ഗാന്ധിയും തമ്മിൽ സമാഗമം നടന്നതിന്റെ 100ാം വാർഷികമാണ്. 1925 ശിവഗിരിയിൽ വെച്ചിട്ടാണ് അവര് മാർച്ച് 12-ാം തീയതി ഗുരുവും ഗാന്ധിയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച 2 മഹാപ്രതിഭകൾ, 2 മഹാപ്രകാശങ്ങൾ സംഗമിച്ച നിമിഷം. അപ്പോൾ നവപുരം ഈ 2 മഹാവ്യക്തിത്വങ്ങളെയും അവരെ ഭാരതത്തിന് നൽകിയ പ്രകാശത്തെയും അങ്ങേയറ്റം ആദരിക്കുന്നു. അപ്പോൾ വലിയ ശ്രീനാരായണ പ്രകാശകയായ ഒരാളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അന്താരാഷ്ട്ര ശ്രീനാരായണ പഠന കേന്ദ്രത്തിൻ്റെ മുൻ ഡയറക്ടറാണ്. അവർ ഏത് യൂണിവേഴ്സിറ്റി ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പറാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളതാണ് ഡോക്ടർ ബി സുഗീത. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അവരത് നിർവഹിക്കട്ടെ അനാച്ഛാദന കർമ്മം. എല്ലാവരുടെ അനുവാദത്തോടുകൂടി അനാച്ഛാദന സമ്മേളനം നവപുരം മതാതീത ദേവാലയത്തിന്റെയും ഭാരത കലാസാഹിത്യ സഭയുടെയും സ്ഥാപകൻ പ്രാപ്പോയിൽ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്രീയ ശ്രീനാരായണ പഠന കേന്ദ്രം മുൻ ഡയറക്ടർ ഡോക്ടർ ബി സുഗത ശ്രീനാരായണ ദർശനത്തിന്റെ അകംപൊരുൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. അജിത് കൂവോട്, അരുൺ പ്രാപ്പോയിൽ, ആനന്ദകൃഷ്ണൻ എടച്ചേരി, ദീപ പീലാത്ര, ശോഭന കണ്ണൂർ, ഷിനോജ് കെ ആചാരി, രാധാകൃഷ്ണൻ കാനായി, പ്രകാശൻ പുത്തൂർ, ജിജു ഒറ്റപ്പടി, മധു നമ്പ്യാർ മാതമംഗലം, ശ്രീലത മധു പയ്യന്നൂർ, രാജാമണി കുഞ്ഞിമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. ഇൻ ബിറ്റ്വീൻ ആസ്തിക ആൻഡ് നാസ്തിക രണ്ടിനെയും നമ്മൾ സ്വീകരിക്കുന്നു. എന്തിനു വേണ്ടി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തെ വ്യാഖ്യാനിക്കാൻ, മനുഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ദർശനങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നു. അല്ലാണ്ട് ഈ ദർശനത്തിന് വേണ്ടിയിട്ടല്ല മനുഷ്യൻ, മറിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണാൻ. അതാണ് ഗുരു പറഞ്ഞത്, ഒരു ജാതിയേ ഉള്ളൂ, ആ ജാതി ഏതാ? മനുഷ്യാണാം മനുഷ്യത്വം ജാതി എന്ന് ഗുരു വളരെ വ്യക്തമായി പറഞ്ഞു. ഗുരുവിന് മുമ്പിലുള്ള മഹാന്മാരൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു കുലം എന്നൊക്കെ. പക്ഷെ എങ്കിലും എന്താണ് ഒരു ജാതി എന്ന് വ്യാഖ്യാനിച്ച് പറയാൻ കഴിഞ്ഞത് ഗുരുവിനാണ്. അറിവിന്റെ ഒരു ലോകമാണ് നമ്മൾ കാണുന്നത്. എല്ലാ സ്ഥലത്തും ഒരു വിസ്ഫോടനം, അറിവിന്റെ വിസ്ഫോടനമാണ് നമ്മൾ കാണുന്നത്. വാക്കുകൾ കേട്ടപ്പോൾ ഇത് മാഷ് പറഞ്ഞതുപോലെ ഇത്ര വളരെ തന്മയത്വത്തോടുകൂടി പറയാനൊന്നും എനിക്കറിയില്ല. വളരെ സാഹിത്യ ഭാഷയൊന്നും ഉപയോഗിക്കാൻ എനിക്കറിയില്ല. എങ്കിലും നിങ്ങളുമായി കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കാൻ മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. വലിയ പ്രഭാഷണമല്ല. ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എല്ലാവർക്കും ചർച്ച ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു ഇതിലെത്താം എന്നാണ്. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു, അല്ലേ മാഷ്? അല്ലാതെ വലിയൊരു പ്രഭാഷണമോ നമുക്കുള്ള എല്ലാ അറിവും ഇവിടെ പറയുക എന്നുള്ളതല്ല. ഇന്ന് വളരെ ചരിത്രപരമായ ഒരു മുഹൂർത്തമായിരുന്നു എന്ന് മാഷ് പറഞ്ഞു.
അതിന് മാഷ് പറഞ്ഞതിൽ 2 പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഗുരുവുമായി ബന്ധപ്പെടുത്തി തന്നെ ഞാൻ പറയുകയാണ്. ഒന്ന്, മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ മതത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത്. കാരണം അതാണ് ഇന്ന് ലോകം ആവശ്യപ്പെടുന്നത്. മതത്തെ മാറ്റിവെക്കാൻ കഴിയില്ലെന്ന് ഗുരുവിനെ പോലുള്ള മഹാന്മാർക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. കാരണം മതം മനുഷ്യനോട് എന്താണ്, ജനിക്കുമ്പം തന്നെ ആ മതം അവനുമായിട്ടങ്ങ് ചേരുകയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾക്ക് മതത്തെ മാറ്റിവെക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് മതത്തിനുള്ളിൽ നിന്ന് മതത്തെക്കുറിച്ചല്ല മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കുക. അതാണ് മാഷ് രാവിലെ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഗുരുവും അതാണ് ചെയ്തത്. മറ്റൊന്ന്, ഇന്നിപ്പോ മാഷ് പറഞ്ഞത് മനുഷ്യത്വമാണ് നമ്മളിവിടെ നവപുരം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറഞ്ഞു. അത് ഗുരുവും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുന്നിൽ ഈ ജീവിതവും ഈ മനുഷ്യനും മാത്രമാണ് എൻ്റെ മുന്നിലുള്ളത് എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. പിന്നെ മറ്റൊന്ന്, അറിവിനാണ് ഗുരു, അറിവെന്നുള്ള വാക്കാണ്, ദൈവം എന്നുള്ള വാക്കല്ല ഗുരു ഉപയോഗിച്ചത്, അറിവ് എന്നുള്ള വാക്ക്. ഇപ്പൊ നമ്മളുടെ ഹൈന്ദവമായിട്ടുള്ള സംസ്കൃതിയിൽ ഉപയോഗിച്ചു വരുന്ന ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നുള്ള വാക്കാണ്. ഗുരു അതിനെ ഒരു റീവാല്യൂ ചെയ്ത്, മൂല്യ നവീകരണം ചെയ്ത് ആധുനിക ലോകത്തിന് സ്വീകാര്യമായ രീതിയിൽ അറിവ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ഗുരു ദൈവമല്ല, അറിവ് എന്ന വലിയ പ്രഖ്യാപനം അദ്ദേഹത്തിന് മുൻപുണ്ട്. വൈകുണ്ഠ സ്വാമികളൊക്കെ ജാതിയൊന്ന്, കുലമൊന്ന്, മതമൊന്ന് എന്ന് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ എം വി ജയരാജനൊക്കെ നവപുരത്ത് വന്നപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ ദാർശനിക കൈവഴികളുടെ നവോത്ഥാനത്തിന്റെ ഒരു തുടർച്ചയാണ് വലിയ ഒരു വാർത്ത, സാംസ്കാരിക വാർത്ത കക്കോട് കുന്നിൻ മുകളിൽ നിന്നാണ്. നവപുരം ഒന്നും പുതുതായി പറയുന്നില്ല. ആർക്കെങ്കിലും പുതുതായി എന്തെങ്കിലും പറയാനുണ്ടാകുമോ എന്നെനിക്കറിയില്ല. മാനിച്ച മഹത്തായ ആശയം പ്രതിഷ്ഠ നടന്നു. ഗ്രന്ഥപ്രതിഷ്ഠ നടത്തിയപ്പോൾ പുസ്തകമാണ് നവപുരത്തിന്റെ ആശയം, അറിവാണ് ആശയം, അറിവിലൂടെ മനുഷ്യ സഞ്ചരിക്കുക എന്നതാണ് ആശയം. അന്ന് ഗ്രന്ഥപ്രതിഷ്ഠ ഉണ്ടായപ്പോൾ ആ ഗ്രന്ഥപ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ ആദ്യം സമർപ്പിക്കപ്പെട്ട പുസ്തകം, ചിലപ്പോഴും മനുഷ്യരുടെ നിയോഗം എന്നൊക്കെ പറയാറുണ്ട്, അതുപോലെ ശ്രീനാരായണ ഗുരുകുലത്തിൽ നിന്ന് വന്നൊരു പുസ്തകമായിരുന്നു. ഗുരുദർശനം എന്ന പുസ്തകമായിരുന്നു. മുനി നാരായണ പ്രസാദിന്റെ വിശിഷ്ട ചിന്തയിൽ പിറന്ന നാരായണ ചിന്തകളുടെ ഒരു സമാഹാരം. വളരെ വിശിഷ്ടമായ ഒരു ചടങ്ങിന് ശേഷമാണ് കേൾക്കുക എന്ന വിശിഷ്ടതമമായ മറ്റൊരു ചടങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. നവപുരം ദേവാലയം 3 പതിറ്റാണ്ട് മുമ്പ് ഇതിന്റെ വിത്ത് വിതച്ചതാണ്. ഈ കക്കോട് കുന്നിൻ മുകളിൽ തന്നെ നവപുരത്തിന്റെ ചിന്തകൾ നടന്നു തുടങ്ങിയതാണ് ബാല്യദശയിൽ. അതിന്റെ ബാല്യത്തിൽ അതിന് വേണ്ടത്ര ഊർജം സമാഹരിക്കാൻ കഴിയാത്തതിനാൽ ആദ്യത്തെ 3-4 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം പിന്നീട് അതിനൊരു തുടർച്ചയുണ്ടായില്ല. ഒരു പക്ഷേ നടക്കുന്നതിനിടയിൽ, നടക്കാൻ പഠിക്കുന്നതിനിടയിൽ വീണുപോയി എന്ന് പറയാം. പക്ഷേ മനസ്സിൽ നവപുരം ഉണ്ടായിരുന്നു എന്ന് 3 പതിറ്റാണ്ട് മുമ്പുള്ള പ്രവർത്തകരിൽ മഹേഷൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. മഹേഷ് എവിടെ ഉണ്ടായിരുന്നല്ലോ, അവിടെയുണ്ട്. നമ്മൾ ആദ്യകാല പ്രവർത്തകരാണ് മഹേഷ്. ഇതിന് തൊട്ട് മുകളിൽ ഒരു തറയൊക്കെ നവപുരത്തിന് വേണ്ടി കിട്ടിയിരുന്നു. നവപുരം സാംസ്കാരിക വേദി എന്ന പേരിൽ. അന്നിവിടെ ഒരു റോഡുണ്ടായിരുന്നില്ല. ഈ പ്രദേശം മുഴുവൻ കാടായിരുന്നു. വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ജനറേറ്ററൊക്കെ തലച്ചുമടായി കൊണ്ടുവന്ന് നമ്മുടെ മോഹൻലാലിൻ്റെയൊക്കെ ആദ്യകാല സിനിമകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു. ചെറുപ്പക്കാരുടെ ഒരു സംഘം, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ള ചെറുപ്പക്കാരുടെ ഒരു സംഘം. പക്ഷെ പിന്നീട് അത് പലവിധ കാരണങ്ങളാൽ, ഏറ്റവും പ്രധാനം ധനമാണ്. വളരെ ദരിദ്രമായ ഒരു സാമൂഹ്യ പശ്ചാത്തലമുള്ള കക്കോട് പോലെ ഒരു പ്രദേശത്ത് അതിന് മുന്നോട്ട് പോകാൻ ആവശ്യമായ ധനപരമായ പിന്തുണ ലഭ്യമായില്ല.
അന്നേ ഗ്രന്ഥപ്രതിഷ്ഠ എന്ന ആശയം മനസ്സിലുണ്ടായിരുന്നു. അന്നത്തെ നോട്ടീസിൻ്റെയൊക്കെ ചില കോപ്പികൾ നവപുരത്തിൻ്റെ ഹിസ്റ്ററിയിൽ നിങ്ങൾക്കിപ്പോൾ പരതിയാൽ കാണാം. പക്ഷേ നെറ്റിൽ നിങ്ങൾ നവപുരം അടിച്ചു കൊടുത്താൽ ഇതിനെക്കുറിച്ച് പല പ്രസിദ്ധീകരണങ്ങൾ എഴുതിയ കാര്യങ്ങളായിരിക്കും, പത്രങ്ങൾ, ഇന്ത്യയിലെ പത്രങ്ങളൊക്കെ എഴുതിയ കാര്യങ്ങളായിരിക്കും കാണുക. അപ്പോൾ ആ ചരിത്രത്തിൽ നിന്നാണ് നവപുരത്തിൻ്റെ ഉദയം 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ്. പിന്നീട് ലോകമാകെ കോവിഡിൻ്റെ പിടിയിലമർന്നപ്പോൾ ഒരുപക്ഷെ ലോകത്തെ സകല മനുഷ്യരും വെളിയിലേക്ക് ഇറങ്ങാൻ ഭയന്ന ആ കാലത്ത് നവപുരം വെളിയിലേക്ക് ചുവടുവയ്ക്കുകയായി. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC, നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.